പി ജോഷില ഒരിക്കൽ കൂടി ചേരുന്നു. ജോഷില, ഏതായാലും ആ അപകടത്തിൻ്റെ വ്യാപ്തി, ആ മണ്ണിടിച്ചിലിൻ്റെ ആഘാതം എത്രയാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? 7 പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള വാർത്ത അങ്ങനെ തന്നെ നിൽക്കുകയാണോ? എത്ര പേരെ കണ്ടെത്തി? നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം രക്ഷപ്പെടുത്തിയ മണ്ണിൽ നിന്ന് പുറത്തെടുത്ത ഒരാൾ കൂടിയുണ്ട്. അത് കൂടി എടുക്കുമ്പോൾ 6 പേരാണോ ഇനി 6 പേരെയാണോ കണ്ടെത്താനുള്ളത്, അതോ 7 പേരെ കണ്ടെത്താനുണ്ടോ? എന്താണ് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടോ? സിജു, ഏറ്റവും അവസാനമായി ഇപ്പോഴിതാ ഒരു മൃതശരീരം കൂടി ലഭിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പുറത്ത് നിന്നും ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഒരാളെ കൂടി മണ്ണിനടിയിൽ നിന്നും ലഭിച്ചു. ജീവനില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും അവിടെ നിന്നും തിരച്ചിൽ നടത്തിയ ആളുകൾ തന്നെ ആണ് നമുക്ക് ആ വിവരം കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഇനിയും മണ്ണിനടിയിൽ ആളുകളുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 18 ആണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിലനിൽക്കുന്നത്. ഇതിൽ 7 പേരെ ആയിരുന്നു. ജോഷില, ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ 2 പേർ മരിച്ചു, ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ 3 പേർ, ഇപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു നമുക്ക് പറയാമോ? തീർച്ചയായും ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കിട്ടി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ വാർത്ത കൈമാറിയിരിക്കുന്നത്. അവർക്ക് കിട്ടിയതൊരു ജീവനറ്റ ശരീരമായിരുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കൈമാറാനുള്ളത്. ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. കാരണം തൊഴിലാളികൾ, രാവിലെ ജോലിക്ക് വന്ന തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന വയനാട് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ പണി നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മലയിടിഞ്ഞു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ മലയിടിഞ്ഞു വന്നതോടുകൂടി കൂട്ടിയിട്ടിരുന്ന മണ്ണടക്കം ഒലിച്ചു പോകുന്ന അടുത്തുള്ള മീനാക്ഷി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ടായി. മീനാക്ഷി പുഴയും നിറഞ്ഞു കവിയുന്ന അവസ്ഥയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയ അപകടം, ഇത്രയും ആളുകളുടെ ജീവൻ പൊലിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇനിയും ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. മണ്ണിനടിയിൽ ഇപ്പോഴും ആളുകൾക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കമുള്ള ആളുകൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീണ്ടും സങ്കടകരമായ കാര്യം തന്നെയാണ്, ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ് സിജു പങ്കുവെക്കാനുള്ളത്. ഒരു മൃതദേഹം കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. 18 പേർ മിസ്സിംഗ് ആയി എന്നായിരുന്നു നേരത്തെ കമ്പനി നൽകിയ റിപ്പോർട്ട്. അതിൽ 7 പേരെ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവർ ഒരുപക്ഷെ ഓടി രക്ഷപ്പെട്ടിരിക്കാം, അവരെവിടെയാണെന്ന് അറിയില്ല എന്നും നമുക്ക് ആശ്വസിക്കാം. എന്നാൽ പോലും മറ്റുള്ളവർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. മണ്ണ് മാറ്റാനുള്ള ശ്രമകരമായ ജോലിയും നേരത്തെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇപ്പോഴാണ് അല്പസമയം മാത്രമാണ് ഒരു വെയിലുദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ ചെളി നിറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇപ്പോഴാണ് അല്പസമയം മാത്രമാണ് ഒരു വെയിലുദിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ ചെളി നിറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഒരു ഘടന അനുസരിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായിരിക്കും ഈ ജോലി. മാത്രമല്ല മീനാക്ഷി പാലം മണ്ണ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. മീനാക്ഷി പാലവും തൊട്ടടുത്തുള്ള റോഡും അത് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് പോകുന്ന റോഡാണ്. ആ ചൂരൽമല, അട്ടമല, അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ, നമുക്കറിയാം ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ഒരു സാഹചര്യം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമുണ്ടായ സാഹചര്യം കഴിഞ്ഞ 2 വർഷം മുമ്പേ ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് നോക്കിയാൽ അവിടെയുള്ള ആളുകൾ പോലും ഒരു ആശങ്കയിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ്. മാത്രമല്ല കവളപ്പാറ ഇതിന് താഴെയുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലമാണ്. ഇതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അധികൃതർ എന്തുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇത്രയധികം മഴ പെയ്തിട്ട് പോലും വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളതും വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ ഒരു പണി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു പ്രവൃത്തി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയത് എന്നുള്ളതാണ്.